വേടൻ അതിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? കുറച്ച് സ്റ്റേജുകൾ കൂടി കിട്ടാൻ സർക്കാർ എന്നെ അംഗീകരിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കിട്ടിയ ഒരു കുഞ്ഞു സമ്മാനം. നിങ്ങളെല്ലാവരും കൂടി വാങ്ങി തന്ന ഒരു കുഞ്ഞു അവാർഡിന്റെ മേലാണ് ഞാനിപ്പോൾ വന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഷോർട്ട് വീഡിയോകൾ ഇങ്ങനെ വൈറലായിട്ട് ഓടുന്നത് കണ്ടു. വേടനെ പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല, വേടന്റെ പരിപാടി വേണ്ട എന്ന് നാട്ടുകാർ ഒരു തീരുമാനമെടുത്ത് അതിനെതിരെ പ്രതിഷേധിച്ചു എന്നുള്ള തരത്തിലൊക്കെ. പക്ഷെ അതൊക്കെ വ്യാജ വാർത്തകളാണ്. അങ്ങനെയല്ല സംഭവം. വേടൻ 6:30 മണിക്ക് വരാമെന്ന് പറഞ്ഞു. 4 മണിക്ക് ജനങ്ങൾ അവിടെ തടിച്ചുകൂടി. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ പിരിവിട്ട് നടത്തുന്ന പരിപാടിയാണല്ലോ, ലക്ഷങ്ങളാണല്ലോ ഇതിന് മുടക്കേണ്ടത്. 5-6 ലക്ഷമൊക്കെയാണ് നാട്ടുകാർ മുടക്കിയതെന്ന് പറയുന്നു. ഏതായാലും 6:30 മണിക്ക് വരുമെന്ന് പറഞ്ഞ വേടൻ 9 മണിയായിട്ടും വന്നില്ല. അപ്പൊ വേടൻ വരുന്നത് വരെ അവരുടെ കൂടെയുള്ള ബാക്കിയുള്ള പാട്ടുകാരൊക്കെ സ്റ്റേജിൽ പാടി ജനങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ജനങ്ങൾ രോഷം കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടത്തി. അതായിരുന്നു ആ സംഭവം. അതിനെയും കറുപ്പും ഒക്കെ അണിയിച്ച് വേടൻ ഇടാറുള്ള ഒരു കോസ്റ്റ്യൂമിൽ കഴുത്തിലൊരു മാലയൊക്കെ അതിന് വിട്ടുകൊടുത്ത് മൈക്കും കൊടുത്ത് അതിനെ